നല്ല ഫോട്ടോഗ്രാഫി, നല്ല അഭിനയം, ഗ്രാമീണ പശ്ചാത്തലത്തിൽ കേരളത്തിൻ്റെ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സിനിമ നല്ല ഒരു മെസ്സേജ് സമൂഹത്തിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാനത് പറയുന്നത് ശരിയല്ല. എല്ലാവരും കണ്ടിരിക്കേണ്ട, നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ട നല്ലൊരു ചിത്രമാണ്. നല്ലൊരു ടീമാണ്. പ്രത്യേകിച്ച് മുരളി നീലാംബരി അതുപോലെ എനിക്ക് സുഹൃത്തായിട്ടുള്ള അതുപോലെ നായകരുടെ അഭിനയം ഉസ്താദൊക്കെ തന്നെ ബ്രില്യൻ പെർഫോമൻസ് ആണ്. വെരി വൺ ഇസ് വെരി ഗുഡ് മൂവി. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമ. പിന്നെ ആ ഒരു നായയായിട്ടുള്ളൊരു ബന്ധം മനുഷ്യൻ്റെ ആ മനുഷ്യൻ എല്ലാവരും ഒരു നായ നമ്മൾ സ്നേഹിച്ചാൽ തിരിച്ച് സ്നേഹിക്കുന്നുള്ളതാണ്. അത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. അത് ഒന്നുകൂടെ ക്ലിയർ ആക്കി ഈ സിനിമ. വളരെ നന്നായി. ഇത്രയും മീൻസ് ആളുകളുടെ ആ റെസ്പോൺസ് കണ്ടപ്പോഴേ എനിക്ക് തന്നെ ഒരു സ്വയം അഭിമാനം തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് വിചാരിച്ചിരുന്നില്ല ഇത് ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാകുമെന്നും ഒരു നല്ലൊരു മെസ്സേജ് സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റുമെന്നും നമ്മൾ വിചാരിച്ചിരുന്നില്ല. പക്ഷേ ശരിക്കും ഇപ്പോൾ സിനിമ കണ്ടിറങ്ങിയപ്പോൾ അവരുടെയൊക്കെ റെസ്പോൺസ് കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ ചെയ്ത ആ ഹാർഡ് വർക്കിന് ഫലം കണ്ടു എന്ന് തന്നെയാണ് നമ്മളുടെ വിശ്വാസം. ശരിക്കും നായ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ഒരുപാട് സിനിമകൾ ഇതിനു മുമ്പും ഇറങ്ങിയിട്ടുണ്ട്. ചാർലി എന്ന സിനിമ 2 വർഷം മുമ്പ് ഇറങ്ങിയത് വളരെ വലിയൊരു ഹിറ്റായിരുന്നു. പക്ഷേ ആ സിനിമയുടെ ജോണറും ഇതിൻ്റെ ജോണറും തമ്മിൽ എൻ്റയർലി ഡിഫറൻ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ അഭിനയിച്ച കുവി എന്ന് പറയുന്ന നായ യാതൊരുവിധ അത്ര വലിയ ട്രെയിനിങ്ങൊന്നും ഇല്ലാത്ത ഒരു നാടൻ നായയാണ്. ആ നാടൻ നായയെ കൊണ്ട് ഇതിൽ വളരെ മനോഹരമായിട്ടാണ് ഇതിൻ്റെ ഡയറക്ടർ ശ്രീജിത്ത് പോയൽക്കാവ് അതിനെ യൂസ് ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും അംഗീകരിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. പറയണം സെക്കൻഡ് ഹാഫ് ഭയങ്കര ക്യാപ്ചറിങ് ആയിരുന്നു. ഒരു മനുഷ്യനും നായമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തത് ഞാൻ ആദ്യമായിട്ട് കാണാം. ഇങ്ങനെ ഒരു സിനിമ മുമ്പ് കണ്ടിട്ടില്ല. അതിൽ ആക്ട് ചെയ്ത ഹീറോ വളരെ നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. വെരി നൈസ് മൂവി. പീപ്പിൾ വിൽ ലൈക്ക് ഇറ്റ്. ഐ തിങ്ക് ഇറ്റ് വിൽ ബി ആക്സെപ്റ്റഡ് ബൈ ദ പബ്ലിക്. ഒരു ചെറിയ സ്നേഹബന്ധത്തിൻ്റേതായിട്ടുള്ളൊരു കഥ പറയുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള പല ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ആ ലിമിറ്റേഷൻസിനെല്ലാം നിന്നുകൊണ്ട് സാധാരണക്കാരായ ഇന്ന് ബഹളങ്ങളുടെയും അതായത് ഒരുപാട് എല്ലാം എക്സാഗറേറ്റ് ചെയ്ത് കാണിക്കുന്നതിൻ്റെയും ഇടയിൽ സത്യസന്ധമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിൻ്റെ കഥ നമുക്ക് പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അത് കണ്ടിറങ്ങി വന്ന ആളുകളുടെ അഭിപ്രായം കേട്ടപ്പോൾ അത്രയധികം സന്തോഷം തോന്നി. ഇന്നിപ്പോൾ റിലീസ് ചെയ്ത എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്നും കേരളത്തിലെ പ്രേക്ഷകരുടെ ഏറ്റെടുക്കുമെന്നുള്ള വിശ്വാസത്തിലേക്കാണ് ഞങ്ങൾ കടക്കുന്നത്. താങ്ക് യു.